BLM, Kerala, Tamil Nadu, Pondicherry. തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായിയെ പാലക്കാട് ഒറ്റപ്പാലത്ത് കണ്ടെത്തി. പ്രവാസി വ്യവസായിയായ VP മുഹമ്മദ് അലിയെ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അക്രമികൾ ഉറങ്ങിയ സമയം തടവിൽ പാർപ്പിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ ഇയാൾ പോലീസിനെ വിളിക്കുകയായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് VP മുഹമ്മദ് അലിയെ വാണിയംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്തു നിന്നും മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത്. കൂറ്റനാട് ഭാഗത്തു നിന്നും അറങ്ങോട്ടുകര ഭാഗത്തേക്ക് പോകുകയായിരുന്ന വ്യവസായിയുടെ വാഹനത്തെ ഒരു സംഘം തടഞ്ഞു നിർത്തി. പിന്നാലെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സംഘം വ്യവസായിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ബിസിനസിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് വ്യവസായി പോലീസിനോട് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഒരു 6 മണി സമയത്താണ് ഇവർ എടുത്ത് കൊണ്ടുപോയത്. അത് ഞങ്ങൾ ഇവിടെ ആ ഒരു സമയം മുതൽ 1 hour 2 hourനുള്ളിൽ തന്നെ ഞങ്ങളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഞങ്ങൾ നേരം പുലർച്ചെ വരെ ഇവിടെ തന്നെ നിൽക്കായിരുന്നു. അതിനിടയിൽ ഇവർ ഫുള്ള് മദ്യപിച്ചപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി ഇറങ്ങിപ്പോന്നതാണ്. അവരൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് ഉണ്ടായത്. പിന്നെ പള്ളിയിൽ വന്ന് പിന്നെ ആളുകളാണ് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത്. നന്നായി മർദ്ദിച്ചിട്ടുണ്ട്. മേലെ അതിൻ്റെ ഇവിടെയൊക്കെ മുറികളുണ്ട്, മേലിൽ കൂടെയൊക്കെ മുറികളുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ജസ്റ്റ് പറഞ്ഞത്. അങ്ങനെ പുള്ളി പറയുന്നത്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല, ഒരു സംഗതി ഇല്ല. ഭീഷണി അല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിന്റെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അതൊരു ഇവിടുത്തെ ആരാണ് എന്നുള്ള കാസർഗോഡ് എല്ലാ ആളുകളാണ് എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ബിസിനസ്മാൻ ആണ്. സൗദിയിലെ ഹോസ്പിറ്റൽ ഏകദേശം 8ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. 2 വാഹനങ്ങളിലായിട്ട് തോക്ക് ചൂണ്ടി ആണ് കൊണ്ടുപോയത്. വണ്ടിയിൽ നിന്ന് എടുത്തത്. വണ്ടിയൊക്കെ ആകെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പുള്ളി അവിടെയാണ് ഉണ്ടാവുക. ഇവിടെ വേറൊരു കോളേജുണ്ട്, ടെക്സ് കോളേജ് പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ളൊരു ഇവര് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിലവര് ചോദിച്ചു എന്തൊരു 17 CR കാര്യം എന്തോ അവർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മർദ്ദിച്ച ആളുകൾ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.